Okay. Okay, very good. Good evening, everybody, once again. So, as you all know, we have a little election which is going to take place in the California region, Western region. ഇതാദ്യമായിട്ടാണ് നമുക്ക് KCWF-ന് ഒരു election വരുന്നത്. Well, this is not a national election, as you all know, it is a regional election. So, every region has to give us one nominee for KCWF-ന്. And here in California, we have two candidates who've come forward for a national position, which is, I think, a great, thing, because more people are showing interest to come forward and take up national positions, which is a very positive thing. So let's look at this on a positive light and take it very positively and approach this in a very good way. I would like to thank all of you for agreeing to come up on this Meet the Candidates session tonight so that you can get to know both the candidates. And we will do the election process. Very simple process, Anna. It's 1, 2, 3. It will take less than a minute for you to vote. So it's going to be a very easy process. All right. So before we get into voting and election, let's get to know both the candidates. We have Alice Auntie here and Leela Chechi. Both of them are from Sacramento. You all know that California region ഒരു opportunity പോകുന്നത് ആരിസോണയ്ക്കാണ്. പക്ഷെ Arizona formally let us know that they don't want to take this position. So it has now gone to Sacramento. Okay, so I have not received any questions from any of the voters. So it's going to be a very brief meeting. Each candidate will get 5 minutes each to present, their qualifications or how you have served the Knanai community and what do you want to say about yourself. Okay, so as we decided before, we're going to go with Alice Auntie first. Over to you, Alice Auntie. Thank you, Prina. Hello, everyone. എൻ്റെ പേര് ആലിസ്, ലാസ്റ്റ് നെയിം ചാമക്കാലായിൽ, ഹസ്ബൻഡ് കൈപ്പുഴ ചാമക്കാലായിൽ. 2 കുട്ടികളാണ്, മോള് അശ്വതി, മോൻ നീല്. ഞാൻ 1985 അമേരിക്കയിൽ വന്നത്. ആദ്യത്തെ 15 വർഷം സാനോസിലുണ്ടായിരുന്നു. അവിടെ ക്രിസ്തു മേരിച്ചൻ ഹോസ്പിറ്റൽ ലോബി ജീവൻ ഡിപ്പാർട്ട്മെന്റിൽ സർജിക്കൽ ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് സാക്രമെന്റോയിലേക്ക് പോന്നു. ഇപ്പൊ ഇവിടെ 2000 സാക്രമെന്റോയിലോട്ട് വന്നത്. ഇവിടെ ഇപ്പം ഇവിടെയുള്ള ഞാൻ എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് ഇവിടുന്ന് 10 മിനിറ്റേ ഉള്ളൂ കൈസർ സൗത്ത് സാക്രമെന്റോ ഹോസ്പിറ്റലിൽ ലോബി ജീവൻ ഡിപ്പാർട്ട്മെന്റിൽ സർജിക്കൽ ടെക്നീഷ്യനായിട്ട് തന്നെ ജോലി ചെയ്യുന്നു. ഇപ്പം 25 വർഷമായി ഇവിടെ ഈ ഹോസ്പിറ്റലിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്നത്. ഉടനെ ഒന്നും റിട്ടയർഡ് ആകാൻ പ്ലാൻ ഇല്ല. ഫോർവേഡ് 21 അങ്ങനെയാണ് എൻ്റെ ഒരു സ്പിരിറ്റ്. അപ്പൊ ഏതായാലും ഇപ്പം കണ്ടിന്യൂ ആയിട്ട് ജോലി ചെയ്യുന്നു. നമ്മുടെ സാക്രമെന്റോയില് വിമൻസ് പാറും ഫോം ചെയ്തത്, വിമൻസ് പാറും അസോസിയേഷനും ഒരുമിച്ചാണ് ഫോം ചെയ്തത്. വിമൻസ് പാറും അത് രണ്ടും ഫോം ചെയ്തത് 2019 2019 മുതൽ 2022 വരെ 4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വിമൻസ് പാറത്തിന്റെ പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് ദൈവം അനുഗ്രഹിച്ചു. എനിക്കതിന് സാധിച്ചു. ഈ 4 വർഷക്കാലം ഒരു ടേം എന്ന് പറഞ്ഞ 2 വർഷമാണ്. പക്ഷേ അതിൽ 4 വർഷം കണ്ടിന്യൂ ചെയ്ത് നമ്മളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കോവിഡൊക്കെ വന്നതുകൊണ്ട് ഉള്ള സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് പലരും അവരുടെ പൊസിഷൻ എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെയാണ് 4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് വിമൻസ് ഫോറം പ്രസിഡന്റായിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചു. അതിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ ക്നാനായ കമ്മ്യൂണിറ്റിക്കും ക്നാനായക്കാർക്കല്ലാത്ത പലർക്കും പല ഫാമിലിക്കും നന്മകൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഹാർഡ് വർക്കിംഗ് ടീം അവർക്കാണ് ഞാൻ നന്ദി പറയുന്നത്. കാരണം അവരൊത്തിരി, അവരുടെ ഹെൽപ്പില്ലെങ്കിൽ ഞാനിപ്പം ഇങ്ങനെ ഇത് പറയാനായിട്ട് എനിക്ക് പറ്റില്ല. കാരണം അതുപോലെ അവരെന്നെ എന്നെ ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ ആദ്യമേ മാർച്ച് 2019 ഞങ്ങളുടെ വുമൻസ് ഫോറം ഫോം ആദ്യമായിട്ട് ഒരു ഗാദറിങ് സ്റ്റാർട്ട് ചെയ്ത്. അത് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു എൽഗ്രോവ് പാർക്കിൽ വെച്ച്. ഞങ്ങളുടെ വിജയത്തിന്റെ തുടക്കവും അതായിരുന്നു. 2019 മെയ്യില് ഞങ്ങൾ അസോസിയേഷൻ കപ്പിൾ നെറ്റ് നടത്തിയായിരുന്നു. അതിന് എല്ലാ കൾച്ചറൽ പ്രോഗ്രാമും ഓർഗനൈസും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിമൻസ് ഫോറം ടീമിനെ ഏൽപ്പിച്ചു. ഞങ്ങളത് നല്ല ഭംഗിയായിട്ട് ചെയ്തു.
ഞങ്ങളുടെ അസോസിയേഷന്റെ എല്ലാ ഭാരവാഹികളുടെയും പ്രശംസ ഞങ്ങൾക്ക് നേടാൻ സാധിച്ചു ഞങ്ങളുടെ പ്രവർത്തനത്തിലൂടെ. പിന്നെ 2019 നവംബറിൽ നാഷണൽ വിമൻസ് ഫോറം ടീം കണ്ടക്ട് ചെയ്ത ലാസ് വേഗസിലെ സമ്മിറ്റിൽ പോകാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതാണ് എന്നെ ഇപ്പം ആ 2019 നാഷണൽ വിമൻസ് ഫോറം ടീം സെറ്റപ്പ് ചെയ്ത ആ ടുഗദർനെസ്സിന് അതിനാണ് എനിക്കിപ്പം നാഷണലിൽ വന്നൊന്ന് വർക്ക് ചെയ്യണം, നാഷണലിന്റെ ടീമിന്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്യണം എന്നെനിക്ക് ആദ്യമായിട്ട് ആഗ്രഹമുണ്ടായത് അവിടെ നിന്നാണ്. ഞങ്ങൾ ഇവിടുന്ന് 5 മെമ്പേഴ്സാണ് നാഷണൽ വിമൻസ് ഫോറം ടീമിന്റെ കൂടെ പ്രവർത്തിക്കാനായിട്ട് അവിടെ പോയി. ഞങ്ങൾ അവിടെ നന്നായിട്ട് പെർഫോം ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഓരോ ആക്ടിവിറ്റി, ഞങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ആക്ടിവിറ്റീസ് അവിടെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും തട്ടിക്കൂട്ടി ഒരു ഓട്ടംതുള്ളൽ ചെയ്തു. ആ ഓട്ടംതുള്ളൽ ഞങ്ങൾക്ക് അവിടെ ചെയ്യാൻ സാധിച്ചത് നമ്മുടെ നാഷണൽ വിമൻസ് ഫോറം ടീമിന്റെ ആ ഒരുമ, തനിമ, ആ കൂട്ടായ്മ, സ്നേഹം അതുകൊണ്ടാണ്. അതിന് ഞങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം അതായിരുന്നു ഞങ്ങളുടെ നാഷണലിനോടുള്ള ആദ്യത്തെ ചുവടുവെപ്പ്. ഞങ്ങളുടെ അസോസിയേഷൻ ഞങ്ങളെ ഖാനായ നൈറ്റ് വന്നപ്പോഴും അതിന് കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ ഓർഗനൈസ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിമൻസ് ഫോറത്തെ ഏൽപ്പിച്ചു. ഞങ്ങൾ അതും നല്ല ഭംഗിയായിട്ട് ചെയ്തു. അങ്ങനെയും അവരുടെ ശ്രദ്ധ ഞങ്ങൾ പിടിച്ചുപറ്റി. പിന്നെ ഞങ്ങൾ വിമൻസ് ഫോറം ടീം ജൂണിൽ ഒരു അന്താക്ഷരി കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്തു. അവിടെ ഞങ്ങൾക്ക് ഒത്തിരി പാട്ടിനോട് ഇഷ്ടമുള്ളവരൊക്കെ ഒത്തിരി പേരുണ്ടെന്നൊക്കെ നമുക്ക് അതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. ഓഗസ്റ്റ് 2020 ഞങ്ങൾ ഒരു ബൈബിൾ ക്വിസ് കോമ്പറ്റീഷൻ ഓർഗനൈസ് ചെയ്തു. ഡിസംബർ 2020 ഞങ്ങളുടെ SKCC അസോസിയേഷന്റെ ചാരിറ്റി ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചു. മെയ് 2021 ഞങ്ങൾ മദേഴ്സ് ഡേ പ്രമാണിച്ച് മദേഴ്സ് ഡേ സ്പീച്ച് കോമ്പറ്റീഷൻ ചെയ്തു. ആ സ്പീച്ച് കോമ്പറ്റീഷനിൽ ഞങ്ങൾ എന്നാ ചെയ്താലും എല്ലാ ഏജിലും ഉള്ളവരെയൊക്കെ ഉൾപ്പെടുത്തിയൊക്കെയാണ് ചെയ്യുന്നത്. ആ സ്പീച്ച് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് ഗ്രേഡ് തൊട്ട് 12th ഗ്രേഡ് വരെയുള്ള പിള്ളേരെ ആയിരുന്നു ഞങ്ങൾ ഇൻവോൾവ്. അതിൽ ജഡ്ജസിൽ ഒരാളായിട്ട് നമ്മുടെ നാഷണൽ വിമൻസ് ഫോറത്തിന്റെ പ്രസിഡന്റ് ഡോക്ടർ ദിവ്യ വള്ളിപ്പടവിലിൽ വന്ന് ഒരു ജഡ്ജസിൽ ഒരാളായിട്ട് വന്നു ഞങ്ങളുടെ കൂടെ ചേർന്നതിൽ അത് ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം അങ്ങനെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറയുന്നത് വളരെ റെയറാണ്. നവംബർ 2021 ഞങ്ങൾ നമ്മുടെ CCD കിഡ്സിന് ബുക്സ് ഡൊണേറ്റ് ചെയ്തു. ഞങ്ങൾ ഓൾസോ ഞങ്ങൾ മണി മെക്സിക്കോയിലുള്ള ഒരു ചാരിറ്റി ഓർഗനൈസേഷനും മണി കൊടുത്തു. പിന്നെ നാട്ടില് ഒരു നവജീവൻ ട്രസ്റ്റ്, അവിടെയും ഞങ്ങൾ ഫൈനാൻഷ്യലായിട്ട് ഹെൽപ്പ് ചെയ്ത് ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന അമ്മയും കുഞ്ഞുങ്ങൾക്കും ആയിട്ട് 7 അമ്മമാരും കുഞ്ഞുങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ, ഡെലിവറി കഴിഞ്ഞുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഫൈനാൻഷ്യൽ രീതിയിൽ ഞങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തു. നാഷണൽ വുമൻസ് ഫോറം ടീം സംഘടിപ്പിച്ച കുക്കിംഗ് കോമ്പറ്റീഷനിൽ 7 മെമ്പേഴ്സിൽ ഒരാളായിരുന്നു ഞങ്ങളുടെ വിമൻസ് ഫോറം ടീമിലെ ശ്രുതി മാനുവൽ മരങ്ങാട്ടിൽ എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. സെപ്റ്റംബറിൽ ഞങ്ങൾ ഒരു ലേക്ക് ടാഗോ ബസ് ട്രിപ്പ് വിമൻസ് ഫോറം സംഘടിപ്പിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു ഇവന്റ് ആയിട്ട് എല്ലാവരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ സന്തോഷിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്ത ഒരു ട്രിപ്പ് വേറെ ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോഴും പലരും ചോദിക്കണം. നമ്മൾ എപ്പം പോകണം, ഇനിയും പോകണം, നമുക്ക് എല്ലാ 3 മാസം കൂടുമ്പോഴും 2 മാസം കൂടുമ്പോഴും ഒക്കെ പോകണം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ വളരെ സന്തോഷിച്ച് എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു ഞങ്ങളന്ന് ലാസ് വേഗസിൽ ലേക്ക് ടാഗോയിൽ ബസ് ട്രിപ്പിന് പോയ പ്രോഗ്രാം. 2022 വിമൻസ് ഫോറം നടത്തിയ ആക്ടിവിറ്റീസ്
നാഷണൽ വിമൻസ് പവർ ടീം നാട്ടിൽ വീടുകൾ വെച്ചു കൊടുക്കാനായിട്ട് സന്നദ്ധരായപ്പം അവരുടെ കൂടെ ചേർന്ന് അവരുടെ കൂടെ ചേർന്ന് ഞങ്ങളും ചെറുതായിട്ട് ഫിനാൻഷ്യൽ രീതി ഹെൽപ്പ് ചെയ്തു. അത് 2000 ഡോക്ടർ ബീന ഇണ്ടിക്കുഴി ഉണ്ടായിരുന്നപ്പോഴും ഡോക്ടർ ദിവ്യ വെള്ളിപ്പടവിൽ പ്രസിഡന്റ് ആയിരുന്ന സമയത്തും വീട് വെച്ചു കൊടുത്തിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഫൈനാൻഷ്യലായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. അതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. അതുപോലെ തന്നെ മെയ്യിൽ നാട്ടിൽ ക്യാൻസർ ആയിട്ട് ഒരു ജ്ഞാനായ കുടുംബത്തെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പം അവിടെയും ഞങ്ങൾ ഓടിച്ചെന്നു ചെറിയ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ട്. മെയ്യിൽ തന്നെ മദേഴ്സ് ഡേ പ്രമാണിച്ച് ഞങ്ങൾ കൂടുതൽ കുട്ടികളുള്ള അമ്മമാരെയും കൂടുതൽ കുട്ടികളുള്ള ഗ്രാൻഡ് മദേഴ്സിനെയും പൊന്നാട് കൊടുത്ത് ഞങ്ങൾ അവരെ ആദരിച്ചു. അതുപോലെ തന്നെ സ്പെല്ലിംഗ് ബി കോമ്പറ്റീഷൻ ചെയ്തു. എല്ലാ ഫസ്റ്റ് ഗ്രേഡ് തൊട്ട് 12th ഗ്രേഡ് വരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തി സ്പെല്ലിംഗ് ബി കോമ്പറ്റീഷൻ ചെയ്തു. വിന്നേഴ്സിനും പാർട്ടിസിപ്പൻസിനും എല്ലാവർക്കും ഞങ്ങൾ അവാർഡ്സ് കൊടുത്തു. 2023-24 ആണ് ഞാൻ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് വന്നു. അപ്പോഴും എനിക്ക് ആക്ടിവിറ്റിയോട് വളരെ ആഗ്രഹമുള്ള ഒരാളാണ്. അതുകൊണ്ട് അന്നേരവും തീർന്നില്ല എൻ്റെ ആക്ടിവിറ്റി പ്രേമം. SKCCയിൽ വിമൻസ് ഫോറം പിന്നെ വൈസ് പ്രസിഡന്റ് ആയിട്ട് നിന്നപ്പോഴത്തേക്കിന് ഗാർഡൻ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചു. മിഷനും അസോസിയേഷനും കൂടി ചേർന്ന് 2023-ലും 2024-ലും ഹൈസ്കൂൾ ഗ്രാജുവേറ്റ്സിനെ ഹോണർ ചെയ്തു. അസോസിയേഷനും മിഷനും കൂടെ ചേർന്ന് ഓണം ഗാദറിംഗ് നടത്തി. അസോസിയേഷൻ മെൻസ് സമ്മർ ക്യാമ്പ് ലക്ടാൽ ചെയ്തു. പിന്നെ SKCC അതായത് ഞങ്ങളുടെ അസോസിയേഷൻ പള്ളിയും കൂടെ ചേർന്ന് നമ്മുടെ മിഷനോടെ ചേർന്ന് മെന്റൽ അവയർനെസ് ക്ലാസ് കൊടുത്തു. പിന്നെ ഒരു കാർഡിയോളജിസ്റ്റ് വന്ന് ഹെൽത്ത് അവയർനെസ് ക്ലാസ്, പിന്നെ ഒരു ഡോക്ടർ പ്രിയ വന്ന് ആയുർവേദ ക്ലാസ്സും യോഗ ക്ലാസ്സും ഒക്കെ കൊടുത്തു. അതിലൊക്കെ അങ്ങനെ പല കാര്യങ്ങളിലും പല രീതിയിലും പലതരത്തിലുള്ള ആക്ടിവിറ്റീസും ചെയ്ത് ഞങ്ങൾ എല്ലാവർക്കും ജ്ഞാനായ കമ്മ്യൂണിറ്റിയെ ഉയർത്തി അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ സഹായം നൽകി. 2024 സ്റ്റീഫൻ ദേവസി സ്റ്റേജ് ഷോ നടത്തി കുറച്ച് ബിൽഡിംഗ് ഫണ്ടിന് വേണ്ടി കുറച്ച് പൈസ സമ്പാദിച്ചു. അങ്ങനെ പല രീതിയിൽ ഞങ്ങൾ ജ്ഞാനായ കമ്മ്യൂണിറ്റിയെ വളർത്താൻ ശ്രമിച്ചു. ഇനിയും ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്ത കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. പക്ഷെ സമയക്കുറവ് കാരണം ഞാനിപ്പോ ഒത്തിരി പറയുന്നില്ല. പ്രസംഗമല്ല, പ്രവൃത്തിയാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അത് ഉപയോഗിച്ചാണ് ഞങ്ങൾ ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്തത്. നല്ല കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഗുണത്തിനായിട്ട് ചെയ്തത്. എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി. Thank you everyone for being here and considering me for this position. May the Lord bless you all. Thank you. Thank you. Thank you so much, Alice Aunty. That was wonderful. Thank you. Thank you very much. So that's 12 minutes, Prerna. So let's keep it uniform for both of the Sure. candidates. Yeah, sounds good. All right. Thank you, Alice Aunty. We'll move on to Leela Chichi now. Hello, everyone. National leaders, Western region leaders, and local leaders, as well as my fellow candidate allies. Greetings. First of all, I want to say congratulations. We are making a history here. You all are not only leaders,
we have a democratic process of the constitution right now. We are establishing the election process never heard of. 28 വർഷമായി നമുക്കിവിടെ ഒരു 2006 തോന്നുന്നു അല്ലേ, സോറി, വുമൻസ് ഫോറം സ്റ്റാർട്ട് ചെയ്തിട്ട്. നാഷണൽ വുമൻസ് ഫോറത്തിന്റെ ഹിസ്റ്ററിയാണ് വെസ്റ്റേൺ റീജിയനിൽ ഒരു പൈനിയർ ഇപ്പോൾ ഗ്രൗണ്ട് ബ്രേക്കിംഗ് നടക്കുകയാണ്. അതുകൊണ്ട് ഞാനും ആലീസും നിങ്ങൾ ഓരോരുത്തരും ഉൾപ്പെടെ വി ആർ ദ വിക്ടറി. ഓൾറെഡി ഞങ്ങളുടെ ആക്ഷൻ ഇത് പ്രൂവ് ചെയ്തു. വളരെ പോസിറ്റീവായിട്ട് ഈ ഇലക്ഷനെ കൊണ്ടുപോകാൻ പ്രീന കുറച്ച് 2 മാസങ്ങളായിട്ട് പ്രീന ആൻഡ് ഹെർ ടീം ഈസ് വർക്കിംഗ് സോ ഹാർഡ്. First, I wanted to thank you, Preena, and your team, Shiny and Smita. ഇതിലേക്ക് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് വരികയും ബീന വന്നു. Susan, whatever you said as the conflict of interest, but you are still our Western region leader. Thank you for all the support. Being said that, ഞാൻ ലീല മറ്റത്തില് ഏതാണ്ട് 32 വർഷമായിട്ട് സാക്രമെന്റോയിൽ വന്നപ്പോൾ മുതലേ സാക്രമെന്റോയിലാണ്. എനിക്ക് 2 കുട്ടികൾ. അതിലൊരാളെ ജ്ഞാനായ സമൂഹത്തിൽ തന്നെ കല്യാണം കഴിച്ച് ന്യൂജേഴ്സിയിൽ അവള് താമസിക്കുന്നു. മകൻ പഠിത്തം കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഹസ്ബൻഡ് ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ ഒരു ഫാമിലിയെ കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട്. ജ്ഞാനായ കമ്മ്യൂണിറ്റിയുടെ ഒരു എപ്പോഴും പേര് കേട്ട നമ്മുടെ ലിറ്റർജിയിൽ എല്ലാം കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ വെള്ളിയാനച്ഛന്റെ മരുമകനാണ് എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അങ്ങനെ അറിയാൻ സാധ്യതയുള്ളവർക്ക് അങ്ങനെ അറിയാം. ഇനി നമ്മുടെ ഈ ലോക്കൽ ജ്ഞാനായ കമ്മ്യൂണിറ്റി, ജ്ഞാനായ സമുദായത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? 1992 ഇവിടെ കുടിയേറി പാർത്തപ്പോൾ ഏതാനും 3-4 കുടുംബങ്ങൾ മാത്രം ഉണ്ടായിരുന്നിടത്ത് 1994 ഒരു പ്രഗ്നൻസി മുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടായ സമയം മുതൽ ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് 4 വീടുകളെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ആ വീടുകളിൽ പരിശുദ്ധ കുർബാന ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്തു 1994. 30 വർഷം മുമ്പ് ഒരു വിത്ത് ഇട്ടു. ആ വിത്ത് വളർന്ന് പന്തലിച്ച് അത് വളർന്നു വന്ന ഒരു ലോ എത്നിക് കമ്മ്യൂണിറ്റി ആയിട്ട് സാക്രമെന്റോ ഡയസിസിൽ നിന്ന് നമുക്കൊരു പള്ളിയിലേക്ക് അത് മാറാൻ പറ്റി. അതിനുശേഷം സീറോ മലബാർ മിഷനായിട്ട് അതിന് ഫോം ചെയ്യാനുള്ള ഒരു അനുവാദം കിട്ടി. നമ്മൾ അവിടെ ജ്ഞാനായിൽ നിന്നുകൊണ്ട് തന്നെ അതിന്റെ ആക്ടിവേഷൻ കമ്മിറ്റിയിൽ ഞാൻ ലീഡർഷിപ്പോട് കൂടി അതിന് ആക്ടിവേഷന് സഹായിക്കുകയും അതിനുശേഷം 4 കമ്മിറ്റി അംഗങ്ങളോടുകൂടി ജ്ഞാനായ മിഷൻ രൂപീകരിക്കാനായിട്ട് 4 കമ്മിറ്റിയിൽ ഒരേ ഒരു പെണ്ണായിരുന്നു, അത് ഞാനായിരുന്നു. എല്ലാ റിട്ടേൺ വർക്കുകളും അങ്ങാടിയത്ത് പിതാവിന് അയച്ചുകൊണ്ട് 2011 ഒരു മിഷൻ രൂപീകരിക്കപ്പെട്ടു. ആ മിഷന്റെ ആദ്യത്തെ കൈക്കാരത്തിയായിട്ട്, ഒരുപക്ഷെ അമേരിക്കയിൽ നമ്മൾ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല വേറൊരു ട്രസ്റ്റി, വുമൺ ട്രസ്റ്റി ഉണ്ടാകുന്നു. അങ്ങനെ ആക്ടിവേഷൻ മിഷന്റെ ആക്ടിവേഷൻ ട്രസ്റ്റി ആയിട്ട് സേവനം ചെയ്തതിന് ശേഷം നമ്മൾ വളർച്ചയുടെ പാതയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 6 വർഷം മുമ്പ് SKCC സാക്രമെന്റോ ജ്ഞാനായ അസോസിയേഷൻ രൂപീകരണത്തിന്റെ സമയത്ത് അന്നത്തെ കമ്മിറ്റിയിലേക്ക് അതിനുവേണ്ടി അതിന്റെ പൈനിയർ പ്രോഗ്രാം ലീഡ് ചെയ്തവര് എന്നെ ക്ഷണിക്കുകയും അതിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട്, ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ട് അവര് റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് അവിടെ പ്രവേശിച്ചുകൊണ്ട് ഒരു ആക്ടിവേഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ റിവ്യൂവുമായിട്ട് മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്ത് നമുക്കൊരു അസോസിയേഷൻ രൂപീകരിക്കപ്പെടുകയും പിന്നീട് കോവിഡിന്റെ കാലഘട്ടത്തിൽ അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് 2 വർഷം കൂടി എൻ്റെ സർവീസ് ആവശ്യമാണെന്ന് പറഞ്ഞതനുസരിച്ച് ആ 2 വർഷക്കാലത്തേക്ക് ഞാൻ കൂടെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഈ ആലീസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ 2 ഫേസിലായിരുന്നു. വുമൻസ് ഫോറത്തിൽ നിൽക്കുമ്പോൾ ഞാൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് 4 വർഷം. അതിനുശേഷം 2023 കാലഘട്ടത്തിലേക്ക് ആയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ആവശ്യത്തിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്ത് പുതിയ ആൾക്കാർ വരട്ടെ, ഇനി ഞാൻ നോമിനേഷനും ഒന്നിനും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്നപ്പോൾ വുമൻസ് ഫോറത്തിലേക്ക് ലീഡർഷിപ്പ് എടുക്കാൻ ഒരു വ്യക്തി പോലും മുമ്പോട്ട് വന്നില്ല. അപ്പോൾ കമ്മ്യൂണിറ്റി റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് ഇലക്ഷൻ ടൈമും കഴിഞ്ഞ് വീണ്ടും ഒറ്റ ദിവസം കൊണ്ട് ഒരു സൺഡേ അവിടെ ചെന്ന് അവരുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഒരു പാനലിനെയും കൂട്ടി ഞങ്ങൾ 2023 ഒരു ടീം ലീഡർഷിപ്പ് ഏറ്റെടുത്തു. അപ്പൊ എവിടെയും ടീം വർക്ക് മേക്സ് ദ ഡ്രീം വർക്ക് എന്ന് പറഞ്ഞ പോലെ ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിൽ എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നു. ഞാൻ ഓരോന്നും ഇപ്പൊ ആലീസ് പറഞ്ഞ പോലെ എടുത്തെടുത്ത് പറയുന്നില്ല, പക്ഷെ ഒരു ബേസ്മെന്റ് ഇട്ട് തന്നതിൽ നിന്ന് ഞങ്ങൾ കൂടുതലായിട്ട് ഉയരാനായിട്ട് ശ്രമിച്ചു. കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു. ആ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ ഫണ്ട് റേസിങ്ങിന് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് പലപ്പോഴും ആൾക്കാർക്ക് പൈസ തരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കുക്കിംഗ് ടാലന്റ് ഒക്കെ വെച്ച് ഞങ്ങൾ പലപ്പോഴും ഇന്ത്യൻ സ്നാക്ക് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് പിക്നിക്കുകളിലും അതുപോലെ പെരുന്നാളിനും ഈ ഒരു വർഷം ഞങ്ങളുടെ കമ്മിറ്റി, ഞങ്ങളുടെ ടീമിൽ നിന്ന് ഒരാള് പാരിഷ് കൗൺസിൽ ഉണ്ടായിരുന്നു, ചോദിച്ച് പെരുന്നാളിനും ഫണ്ട് റൈസിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചു. ഒരു ഈസ്റ്ററിന്
മൊത്തം കമ്മ്യൂണിറ്റിക്ക് വുമൺസ് ഫോറം ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടും ഫണ്ട് റൈസ് ചെയ്യാനായിട്ട് സാധിച്ചു. റിലീജിയസ് ആക്ടിവിറ്റീസ് ആയിട്ടും അഡോറേഷനും ക്രൗണിങ് ഓഫ് ദ വുമണും നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും നാനാതരത്തിലുള്ള കാര്യങ്ങളിലും അവരുടെ സോഷ്യൽ ആൻഡ് ഡെവലപ്മെന്റ്, കൾച്ചറൽ ഡെവലപ്മെന്റ്, റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇപ്പോഴൊരു ബിൽഡിംഗ് ഫണ്ടിന്റെ കാര്യത്തിലേക്കാണ് ആലീസ് പറഞ്ഞത്. സ്റ്റീവൻ ഡെവസിയുടെ ഫണ്ട് റേസിംഗിൽ ഞങ്ങളായിരുന്നു രജിസ്ട്രേഷൻ കമ്മിറ്റി. വുമൺസ് ഫോറം ഏറ്റെടുത്തു. ഞങ്ങളുടെ ചാമിങ് എക്സിക്യൂട്ടീവ്സ് അവിടെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. അപ്പം നിർണായകമായ ഒരു വളർച്ചയിൽ 20 ഫാമിലിയോട് കൂടി ഞങ്ങൾ അസോസിയേഷൻ തുടങ്ങി. ഏതാണ്ട് 46 ഇരട്ടിക്ക് മേളിൽ ആൾക്കാർ വന്നു. ഒരുപാട് പേര് ഇവിടത്തേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഇതാണ് ഇവിടെയുള്ള ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ നടന്ന കാര്യങ്ങൾ. ഇനി നാഷണലിലേക്ക് ഞാൻ എന്ത് ചെയ്തു? 2006 നടന്ന KCCNA കൺവെൻഷന്റെ ടൈം മാനേജ്മെന്റ് കോർഡിനേറ്റർ ആക്കിക്കൊണ്ട് അതിനെ വളരെ വിപുലമായിട്ട് ടൈമിലി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട് സാധിച്ചു. 2023 നടന്ന KCFNA നമ്മുടെ സമ്മിറ്റിൽ നിങ്ങൾ ഒരു പക്ഷെ എല്ലാവരും നോട്ട് ചെയ്ത് കാണും. അവിടെ വന്നവരെല്ലാവരും ലിറ്റർജിയുടെ ചെയർ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് നമ്മളുടെ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥനകളും നമുക്കൊരു കുർബാന അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. വീണ്ടും ഇതിനകത്ത് ഈസ്റ്ററിന് പ്രയർ ലീഡ് ചെയ്യാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അത് ലീഡ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു ബാഡ് ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, ചിക്കാഗോയിൽ ഒരു വലിയ സിറ്റുവേഷൻ വന്നപ്പോൾ പെട്ടെന്ന് എമർജൻസി ആയിട്ട് നമുക്കൊരു പ്രയർ ആൻഡ് സപ്പോർട്ട് ആവശ്യപ്പെട്ടു. പ്രീനയുടെ ആവശ്യപ്രകാരം അതിലും നമുക്ക് നാഷണൽ ലെവലിൽ നമ്മുടെ യൂണിറ്റ് ഞങ്ങളുടെ ടീമോട് കൂടി ഞങ്ങൾ പങ്കെടുത്തു. ഞങ്ങൾ ലീഡ് ചെയ്തു. ലീഡ് ചെയ്യുക മാത്രമല്ല, വെൻ വി ആർ എംപവറിങ് അവർ വുമൺ, that particular woman, I'm not naming it because I don't know whether it is a confidentiality or not. ഞാൻ പേഴ്സണലി ഷിക്കാഗോയിൽ പോയി എൻ്റെ ഭർത്താവുമൊത്ത് വിസിറ്റ് ചെയ്യുകയും ഇന്നും ഞാൻ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു, റിക്കവർ ചെയ്യുന്നു. എന്നാൽ ഇനി 2-3 സർജറികളോട് കഴിഞ്ഞ് ഇനി ജോലി ചെയ്യാനുള്ള ഒരു റീഹബിലിറ്റേറ്റീവ് ഫോമിലേക്ക് ആ പെൺകുട്ടിയെ കരുത്ത് നൽകാനായിട്ട് ഇതുവരെ ഞാൻ നാഷണൽ ലെവലിൽ ആരോടും പറഞ്ഞിട്ടില്ല. കാരണം അക്കമ്പനിമെന്റ് എന്ന് പറയുന്നത് എംപവറിംഗിൽ അണ്ടർസേർവ്ഡ് കമ്മ്യൂണിറ്റിയിൽ വെരി പവർഫുൾ ആക്ഷൻ. അതാണ് ഇപ്പോൾ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി നാഷണൽ ലെവലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജ്ഞാനായ കമ്മ്യൂണിറ്റിയുടെ ആക്ടിവേഷൻ 0 ലെവലിൽ നിന്ന് കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് വേദപാഠം ഇല്ലാതിരുന്ന കാലങ്ങളിൽ എല്ലാ ഫ്രൈഡേയും നമ്മൾ കൾച്ചറും ടീച്ചിങ്ങും ഫ്രൈഡേ പ്രയർ വർക്കിലൂടെ നമ്മളത് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടേയിരുന്നു. അതിനുശേഷമാണ് ഒരു കാറ്റക്കിസം ഫോമൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടായത്. പിന്നെ എനിക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വേറെന്ത് ചെയ്യാൻ സാധിച്ചു? ഏതാണ്ട് 200ഓളം കുടുംബങ്ങളിലേക്ക്, സാനോസെ ബേസ്ഡ് ആണ് ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞ് സാക്രമെന്റോ, ഞങ്ങളുടെയും ആ ഒരു സമയത്ത് 60% ഓഫ് ദ ഫാമിലി ഇവിടെ സ്റ്റേറ്റ് ലെവലിൽ ഒരു സിറ്റി ബാങ്ക്രപ്റ്റ് ആയിട്ട് കിടക്കുകയും ഫെഡറൽ ലെവലിൽ കാലിഫോർണിയയോട് ഒരു ഹോസ്പിറ്റൽ ആക്ടിവേറ്റ് ചെയ്ത് പ്രിസൺ അണ്ടർസേർവ്ഡ് കമ്മ്യൂണിറ്റിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരു ലൈസൻസ്ഡ് ഹോസ്പിറ്റൽ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ദൈവകൃപയാൽ എനിക്കൊരു യോഗ്യതയില്ലെങ്കിലും എന്നെ അതിന്റെ ആക്ടിവേഷൻ ഡയറക്ടർ ഓഫ് നേഴ്സ് ആയിട്ട് നിയമിക്കുകയും അതനുസരിച്ച് അവിടെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് നടക്കുന്ന സമയത്ത് ഒരു നേഴ്സ് ആയിരിക്കെ എനിക്ക് കാണിക്കാൻ പറ്റും. ഈ ഹാർഡ് കാറ്റും ഒരു യെല്ലോ ജാക്കറ്റും ഇട്ട് അവിടുത്തെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് മുതൽ 50-60ഓളം ബിൽഡിങ്ങുകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയോട് വിളിച്ചു പറയാനും ഇൻഫർമേഷൻ കൊടുക്കാനും സാധിച്ചു. പ്രൊഫഷണൽ ആയിട്ടുള്ളവര് വെയിറ്റ് ചെയ്യുക ജോലിക്ക്, 5000 ജോബ് വരുന്നു. ഇനി അഥവാ എഡ്യൂക്കേഷൻ ഇല്ലാത്തവർക്ക് സ്കൂളിൽ പോകാനുള്ള സമയമുണ്ട്. സർട്ടിഫൈഡ് നേഴ്സിംഗ് അസിസ്റ്റന്റ് സാനോസയിലും സാക്രമെന്റോയിലുള്ളവര് പഠിക്കാത്തവര് പോയി പഠിക്കാൻ പോയി. കിച്ചൺ വർക്ക് അറിയത്തില്ലാത്തവര് ആ ഒരു എക്സ്പീരിയൻസ് എടുക്കാൻ പോയി. ക്ലീനിങ് വർക്ക് എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ എടുത്തു. അങ്ങനെ നേഴ്സിംഗ് മേഖലയിലോ മെഡിക്കൽ ഫീൽഡിലോ ഉള്ളവർക്ക് എല്ലാവർക്കുമായിട്ട് 200-ലധികം കുടുംബങ്ങൾക്ക് അന്ന് ജോലി അവിടെ കൊടുക്കാനും അവരെ ഗവൺമെന്റ് റിട്ടയർമെന്റിലേക്ക് കൊണ്ടുവരാനും പറ്റി. കാനഡ മുതൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് മൂവ് ചെയ്യപ്പെട്ടു. അതിന്റെ തുടർച്ചയായിട്ടതുപോലെ കാലിഫോർണിയയെ കുറിച്ച് ഒരു പറച്ചിലുണ്ടായിരുന്നു. ഇറ്റ് ഈസ് എ എക്സ്പെൻസീവ് സിറ്റി, അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ആര് നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒന്നുകിൽ ഹൂസ്റ്റണ് പോകണം, അല്ലെങ്കിൽ ചിക്കാഗോയ്ക്ക് പോകണം, ന്യൂയോർക്കിന് പോകണം. ആ സാഹചര്യത്തിൽ ഇവിടെ വന്നെത്തിയ ഫയൽ ചെയ്ത് കൊണ്ടുവന്നവരെയും വിവാഹം കഴിച്ച് കൊണ്ടുവന്നവരെയും വീട്ടില് ഞാനും എൻ്റെ ഭർത്താവും ഒരുമിച്ച് അവരെ പേഴ്സണൽ കോച്ചിങ് കൊടുത്ത് ഇന്റർവ്യൂ പ്രോസസ്സ് പറഞ്ഞു കൊടുത്ത് അവരെ 10ഓളം ഫാമിലി ഇവിടുന്ന് തന്നെയും അതുപോലെ സാക്രമെന്റോ ഏരിയയിൽ മാത്രമല്ല സാനോസെ മൗണ്ടൻ ഹൗസ് ഏരിയകളിലുള്ള എല്ലാവർക്കും പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്കൊക്കെ ഒരു ജോലി സാധ്യതയും ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കെൽപ്പും കൊടുത്തു. ഒരാൾക്ക് മാത്രം അതിന് പോകാൻ പറ്റാതെ വന്നപ്പോൾ സ്വന്തമായി
ഞങ്ങളുടെ ബിസിനസ്സിൽ ജോലി കൊടുത്തുകൊണ്ട് തന്നെ അവരെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചു. അതൊരു വലിയ അക്കംപ്ലിഷ്മെന്റ് ആണ്. കാരണം കാലിഫോർണിയ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഒരു ബാങ്ക്രപ്റ്റഡ് സിറ്റിക്ക് വേണ്ടിയിട്ട് 5000 ജോബ് കൊണ്ടുവന്നതിൽ ഇപ്പം അത് ഒരുപാട് പേര് കൂടുതലായിട്ട് ജോലി ചെയ്യാനായിട്ട് അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഒരുപക്ഷെ ഈ ഷർട്ട് കാണാം, ആമേ സിറ്റി എൽഗ്രോ സിറ്റിയുടെ അംബാസിഡർ ആണ്. അത് ക്ലൈമറ്റ് അംബാസിഡർ ആണ്. നിങ്ങളൊക്കെ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ പ്രവർത്തന മേഖലകൾ നമ്മൾ സാമൂഹ്യമായിരിക്കണം. അപ്പൊ സിറ്റിക്ക് വേണ്ടിയിട്ട് അംബാസഡറായി നിന്നുകൊണ്ട് ഗ്ലോബൽ ഫാമിങ്ങിനെതിരായിട്ട് റീസൈക്ലിങ്, അതുപോലെ തന്നെ ഗ്രീൻ എയർ വരാനായിട്ട് ട്രീ പ്ലാന്റിംഗ് ലേഡി എന്നാണ് ഇവിടെ സിറ്റിയിൽ എന്നെ കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. അങ്ങനെ ഈ ഒരു സമൂഹത്തിൽ ഏതാണ്ട് ഞങ്ങളുടെ സിറ്റിയിലുള്ള എല്ലായിടത്തും ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലും അസോസിയേഷനിലും ക്ലൈമറ്റിനെ കുറിച്ചും എങ്ങനെയാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചും കൂടുതൽ ട്രീ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും അവയർനെസ് കൊടുത്തുകൊണ്ട് ഞാൻ 2022 മുതൽ ക്ലൈമറ്റ് അംബാസിഡറായിട്ട് ഈ സിറ്റിയിൽ സേവനം ചെയ്യുകയാണ്. ഇനി നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഞാനൊരു പ്രീച്ചറാണ്. UK ജ്ഞാനായ ഗ്ലോബൽ മിനിസ്ട്രിയിൽ ടോക്ക് കൊടുക്കാറുണ്ട്. UK 15 മിഷൻ ഉണ്ട്. അവരുടെ ക്നാഫ് ഫയറിൽ കണ്ടിന്യൂസ് മോട്ടിവേഷൻ സ്പീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവിടുത്തെ സീറോ മലബാർ എപ്പാർക്കിയിലും 4 വർഷമായിട്ട് ഞാൻ പ്രസംഗിക്കാറുണ്ട്. അതുപോലെ വേറെ ഉള്ളത് എഫാർത്ത എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ഗ്രൂപ്പിലും അങ്ങനെ പല ഇന്റർനാഷണൽ വേദിയിലും ഞാനൊരു മോട്ടിവേഷണൽ പ്രീച്ചർ ആൻഡ് കൗൺസിലിംഗ് പേഴ്സൺ ആണ്. ഏതെങ്കിലും പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഇന്ന് ലിസൺ ചെയ്യാനാണ് വുമണിന് വീടുകളിൽ വീർപ്പുമുട്ടുന്നവർക്ക് കേൾക്കാൻ തയ്യാറല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഒരു ആശ്വാസവാക്കാകാൻ ഞാൻ എൻ്റെ ചെവികൾ 24 മണിക്കൂറും അവർക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. അതാണ് ഇന്റർനാഷണൽ പ്രീച്ചിങ്ങിൽ ഇപ്പോൾ 4-5 വർഷമായിട്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, കേരളത്തിലും തുവാനീസ, കൊല്ലം, കൊട്ടിയം ഹോസ്പിറ്റലിൽ, ഹോളി ക്രോസ് ഹോസ്പിറ്റലുകളിൽ നാട്ടിൽ ചെല്ലുമ്പോഴെല്ലാം ഇടവകളിലൂടെയൊക്കെ പോയി ഞാൻ പ്രസംഗിക്കാറുണ്ട്, ദൈവത്തെ കൊടുക്കാറുണ്ട്. കാരണം നമുക്ക് പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ കൂടുതലായിട്ട് നമുക്ക് കർത്താവിന്റെ ക്യാരിസം കിട്ടി നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ഇന്നോവേറ്റീവ് ചേഞ്ചസ് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് വി ഹാവ് ടു ട്യൂൺ വിത്ത് ദ ഗോഡ് ആൻഡ് ദ സെയിം ടൈം വി ഹാവ് ടു കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ആൻഡ് കമ്മിറ്റ് ടു ദ കമ്മ്യൂണിറ്റി. എങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പല പബ്ലിക്കേഷൻസിലും എഴുതിക്കൊണ്ട്, പ്രത്യേകിച്ച് ജ്ഞാനായ ടൈംസിൽ, ജ്ഞാനായ പത്രം, ഇതെല്ലാം ഞാൻ എക്സാമ്പിൾ ഇപ്പൊ കാണിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. പല ലേഖനങ്ങളിൽ ശാലോം, അതുപോലെ നല്ല അയൽക്കാരൻ, അപ്പനാദേശിലൊക്കെ ഞാൻ എഴുതുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല പ്രാവശ്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നെ നാഷണലി ഒരു അവാർഡ് തന്ന് ഈ അമേരിക്കയിലെ CDC സെന്റർ ഓഫ് ഡിസീസ് കൺട്രോൾ അവരും ഒരു നാഷണൽ കറക്ഷണൽ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റും 2003 HIV ആൻഡ് എയ്ഡ്സ് പ്രിവെൻഷൻ യൂത്തിലേക്ക് ഒരു കരിക്കുലം ഉണ്ടാക്കി പഠിപ്പിച്ചതിന് എനിക്ക് അവാർഡ് നൽകിയിട്ടുണ്ട്. അതും നമ്മുടെ അപ്പനാദേശിലൊക്കെ വന്നിട്ടുണ്ട്, അതിന്റെ കാര്യങ്ങളിലുണ്ട്. അങ്ങനെ സമൂഹത്തില് ഇവിടെ ലോക്കലായിട്ട് മാത്രമല്ല, നമ്മുടെ ഈ വെസ്റ്റേൺ റീജിയനിലേക്കും പലപ്പോഴും പലതരത്തിലുള്ള സാഹചര്യങ്ങളിൽ കടന്നു ചെല്ലാനായിട്ട് അരിസോണായിട്ടും വേറെ തരത്തിൽ ബന്ധമുണ്ട്. അവിടെ ഒരു ലോക്കൽ പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് പലരുമായിട്ട് ബന്ധത്തിൽ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോൾ ഇത് നമുക്ക് ഇന്ന് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി നാളത്തേക്കും നമ്മുടെ ഒരു ലീഡർഷിപ്പിലേക്ക്, ഒരു ഡെമോക്രാറ്റിക് വേദിയിൽ നമുക്ക് കടന്നു വരണം. ഏതൊരു ജ്ഞാനായ വുമണിനും ലീഡർഷിപ്പ് സ്കില്ലുണ്ടെങ്കിൽ വുമൺസ് ഫോറം നമുക്ക് വേണ്ടിയുള്ള ഒരു വേദിയാണെന്ന് ഉറപ്പിക്കാനായിട്ട് ഈ ഒരു ഇലക്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യട്ടെ. അതിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ നമ്മുടെ വരും തലമുറകൾക്കും, ഇപ്പം ഇവിടെ ജനിച്ചു വളർന്നവർക്കാണെങ്കിൽ പോലും ഇല്ല, ദിസ് ഈസ് എ പബ്ലിക്, എല്ലാവർക്കും വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു വേദിയാണെന്നറിയാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് അല്പം കൂടി മുമ്പോട്ട് കൊണ്ടുപോവുകയും ഇനി ഏവർക്കും ഇതിനകത്ത് സഹകരിക്കത്തക്ക വിധത്തിൽ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഇവിടെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ഞാൻ അഭിമാനത്തോടു കൂടി നോക്കുന്നു. വീണ്ടും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഇനി വേണ്ടിയത് ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിംഗ് കമ്മിറ്റിയിലേക്ക് ഫണ്ട് റേസിംഗിൽ ഞങ്ങൾ ഒപ്പം അസോസിയേഷനോട് സഹകരിച്ചുകൂടാതെ ഞങ്ങളുടെ വുമൺസ് ഫോറത്തിന്റെ മുഖ്യഭാഗം ഫണ്ട് അവർക്ക് വേണ്ടി നീക്കി വെച്ചുകൊണ്ട് അവർക്ക് ഡൊണേഷൻ ചെയ്യുകയുണ്ടായത്. അതുപോലെ ഷിക്കാഗോയിലുള്ള നമ്മുടെ അണ്ടർസേർവ്ഡ് ആയിട്ടുള്ള ഒരു വുമണിന് വേണ്ടി, അല്ല ഇൻജുവേർഡ് ആയിട്ടുള്ള സ്പിരിച്വലി മെന്റലി വൂണ്ടഡ് ആയിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ടും ഫണ്ട് റേസിംഗ് കൊടുക്കാൻ, പ്രാർത്ഥന മാത്രമല്ല പ്രവൃത്തിയും അവിടെ ആവശ്യമാണെന്ന് കണ്ടതുകൊണ്ടാണ് അവർക്ക് വുമൺസ് ഫോറം ഫണ്ട് നമ്മൾ കൊടുക്കുകയും
അവരെ നേരിട്ട് പോയി വിസിറ്റ് ചെയ്ത് അവരെയും എംപവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിച്ചു തരികയാണ്. പിന്നെ ഇവിടെ ജ്ഞാനായ കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടി മാത്രമല്ല, സർഗം എന്ന് പറയുന്ന ഒരു വേദി 2001 അത് ഞങ്ങളുടെ ഗരാജിൽ ഒരു പിക്നിക്കിലൂടെ തുറന്നുവിട്ട് ഇന്ന് 600-ൽ പരം മെമ്പേഴ്സ് ഉള്ള മലയാളി അസോസിയേഷന്റെ ആദ്യ തുടക്കം ഇവിടെ തുടങ്ങുകയും അതിനുശേഷം അത് എസ്റ്റാബ്ലിഷ് ആയിട്ട് കമ്മിറ്റിയിൽ, ഒപ്പം ഒരുപക്ഷെ ആലീസിന് അവസരം കിട്ടില്ല, ആലീസും അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്, ഞാൻ ജോയിന്റ് സെക്രട്ടറി വരെ അതിനകത്ത് പ്രവർത്തനത്തിലൂടെ കൊണ്ടുപോയി അവിടെ ഒരു നല്ലൊരു എസ്റ്റാബ്ലിഷ്മെന്റ്, ഇന്ന് മലയാളി അസോസിയേഷനും ഒരു ഫോർമേഷൻ ഉണ്ട്, വലിയ ഒരു കമ്മ്യൂണിറ്റി ഇവിടെയുണ്ട്, പരസ്പരം സഹായിക്കാനായിട്ട് വളരെയേറെ ലീഡേഴ്സിനെ വളർത്തിയെടുക്കാനായിട്ട് അതിലൂടെ സാധിച്ചു. എപ്പോഴും ഒരു ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അതുകൊണ്ട് നിങ്ങൾ കേട്ടു, ഒത്തിരി ഇവിടെ അസോസിയേഷൻ ഉണ്ടായപ്പോൾ ആക്ടിവേഷനിൽ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മിഷനിൽ ആക്ടിവേഷൻ ഉണ്ടായിരുന്നു, ഫസ്റ്റ് ട്രസ്റ്റി ആയിട്ട് ലീഡർഷിപ്പ് എടുക്കുന്നു, യൂത്ത് ഗ്രൂപ്പിനെ ആദ്യമായിട്ട് നമ്മുടെ മിഷനിൽ കൊണ്ടുവരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനാണെങ്കിലുണ്ട്. അതുപോലെ മലയാളി അസോസിയേഷന് വേണ്ടിയിട്ട്, സിറ്റിക്ക് വേണ്ടിയിട്ട്, സ്റ്റേറ്റിന് വേണ്ടിയിട്ട്, അതുപോലെ ഇന്റർനാഷണൽ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഓഫ് ജ്ഞാനായക്ക് വേണ്ടിയിട്ട്, UK ജ്ഞാനായകത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ജ്ഞാനായത്തിന് വേണ്ടി ഒക്കെ പ്രവർത്തിച്ച് 50 വർഷത്തെ ലീഡർഷിപ്പ് പരിചയമാണ് നിങ്ങൾക്ക് ഞാൻ വിട്ടുതരുന്നത്. കാരണം 5 വയസ്സ് മുതൽ സ്കൂള്, കോളേജ്, നേഴ്സിംഗ് ഫീൽഡ് എവിടെയൊക്കെ ആയിരുന്നോ, ബോംബെയിൽ ആയിരുന്ന സമയത്ത് പോലും അവിടെയും ഒരു യൂത്ത് ഗ്രൂപ്പ് ഫോം ചെയ്തുകൊണ്ട് ഇന്നും ആ ഗ്രൂപ്പ് നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ട് 50 വർഷത്തെ എൻ്റെ ലീഡർഷിപ്പ് നിങ്ങൾക്ക് ഞാനിതാ ഇവിടെ വോളണ്ടറിലി വാഗ്ദാനം ചെയ്യുന്നു. ഇനിയും എനിക്ക് പലതും ചെയ്യാൻ സാധിക്കും. നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പ്രവേശിക്കാൻ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല ചേഞ്ചസും കൊണ്ടുവരാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് പലതും ചെയ്യണം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്പം കൂടി ലിബറൽ ആക്കണം. ഇപ്പോൾ പ്രീന അതിനെ ഓൾറെഡി ഇലക്ഷൻ പ്രോസസ്സിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിലും അതിനെ ഒരു നെക്സ്റ്റ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നിങ്ങളാണ് പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും നാഷണൽ കൗൺസിൽ മെമ്പേഴ്സ് ആണ്. നമ്മുടെ 32 വയസ്സിന് മുകളിലോട്ടുള്ള പെൺകുട്ടികൾ ഒത്തിരി പേരുണ്ട്. ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെ പലരുണ്ട്. പലരും എന്നോട് ആവശ്യപ്പെടാറുണ്ട്, അവർക്ക് വേണ്ടി ഒരു വേദി ഒരുക്കണം. KCCNAക്ക് എല്ലാം ഒന്നും ഒരുമിച്ച് ചെയ്യാൻ പറ്റിയെന്നിരിക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയും വീണ്ടും ഇതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് എൻജോയ്മെന്റ്, എന്റർടൈൻമെന്റ്, സോഷ്യലൈസേഷൻ, അതുപോലെ നമ്മുടെ മിഷൻ ആൻഡ് വിഷനകത്ത് പറയുന്നുണ്ട് എംപവർമെന്റ്, ഒരു അബ്യൂസ് ആയിട്ടുള്ള ഉമ്മനെ ഹെൽപ്പ് ചെയ്യണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇനിയും നമുക്കൊരു പടി അടുത്ത ഒരു ടീമിലേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് കഴിവുണ്ട്. നമുക്ക് ഒരുമിച്ച് ചേരാം, ഒത്തുചേർന്ന് പ്രവർത്തിക്കാം. നമ്മുടെ ഈ ജ്ഞാനായ കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി യൂതിത്തുമാരും ഒത്തിരി എസ്പയർമാരും ഉണ്ടാകട്ടെ. നമ്മുടെ എല്ലാ വെർച്യുവിന്റെയും മാതൃക കാട്ടിത്തന്ന മദർ മേരിയെ നമുക്ക് റോൾ മോഡലായിട്ട് എടുത്തുകൊണ്ട് ദൈവത്തിന്റെ കരുണയിൽ പറഞ്ഞതുപോലെ തന്നെ പ്രവൃത്തിയും പ്രാർത്ഥനയും ഒന്നിച്ചു കൊണ്ടുപോയി ഒരു മാർത്തായും മറിയവുമായിട്ട് നമുക്ക് ഒന്നിച്ച് നമ്മൾക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം കൂട്ടായി. ഇനിയും അടുത്തൊരു സ്റ്റേജിലേക്ക് നിങ്ങൾ പുതിയ ചെറിയ യങ്ങസ്റ്റേഴ്സ് ആയിട്ടുള്ള ഒത്തിരി പേര് ഇപ്പൊ ലീഡർഷിപ്പിലേക്ക് പല യൂണിറ്റിലും വന്നിട്ടുണ്ട്. നമുക്ക് അവരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഇതൊരു വലിയ ശക്തിയായി നമ്മുടെ എല്ലാ ജ്ഞാനായ സിസ്റ്റേഴ്സിനെയും ഒരുമിച്ച് ചേർത്ത് പവർഫുൾ ആക്കാം. നന്ദി, നമസ്കാരം. ഇങ്ങനെ ഒരു വേദി അനുവദിച്ചു തന്ന പ്രീനയ്ക്കും അതുപോലെ ഈ ഇലക്ഷൻ കമ്മീഷന് വേണ്ടി പ്രവർത്തിക്കുന്നവരും വോട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഓരോ യൂണിറ്റും വീണ്ടും ഓർക്കുക, വി ആർ ബ്രേക്കിംഗ് എ ഹിസ്റ്ററി. ഇറ്റ് ഈസ് എ പൈനിയർ പ്രോഗ്രാം. താങ്ക് യു ആൻഡ് ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യുവർ വോട്ട് ആസ് വെൽ ആസ് ഞാൻ ആലീസും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് ചോദിക്കുന്നു. താങ്ക് യു. നന്ദി, നമസ്കാരം. Thank you so much, Leela Chechi. Thank you. I'd like to thank both the candidates, Alice Andy and Leela Chechi. Both of you spoke really well. It is amazing to see how much both of you have done for the Knanaya community, especially the women in our community. Exemplary work and so empowering. So thank you to both of you. Eniki thonnu both of you are such an asset to any team. And you guys have already contributed so much, and I'm sure you will contribute more in the near future. I guess we can wrap it up. Anything else both of you want to say? Alice Auntie, anything you want to add Too bad you cannot give both of us opportunity to lead us, lead the community. I wish I could. Oh yeah, I wish. Yeah. If there's an opportunity, we will take that. Yes, absolutely. I wish I could open it for everybody.
But unfortunately, we can't, right? But it's all good. And thank you for your time. Thanks to both of you for talking to us and, letting us know more about you guys. I think a lot of people in the Western region don't know you. So this was a great opportunity for them to know both of you. And a lot of people know you already. So this was fantastic. Anybody has anything to say? This is an open forum now. Any questions? I think questions we had mentioned that we would need it beforehand so that we can ask the candidates, but any other thing anybody would like to say? All right. Silence, I would take it as a no. All right. Okay, so we can wrap up this session. Once again, thanks to all the participants for joining us tonight to get to know both our candidates. The election, as I had mentioned in the group, will be on Saturday. എല്ലാ വോട്ടേഴ്സിനും ഒരു പേഴ്സണലൈസ്ഡ് ഒരു യുണീക്ക് ലിങ്ക് ആയിരിക്കും ഞങ്ങൾ സെൻഡ് ചെയ്യുന്നത്. And ആ election എങ്ങനെ നടത്തണം, voting എങ്ങനെ നടത്തും എന്നുള്ള ഒരു complete instructions will also be sent to each one of you. As I said initially during our meeting, it is a 1, 2, 3 process, very simple process. You just have to click the link, get in and vote for an individual. That's it. Okay, simple. And the voting link will be locked immediately after you cast your vote. So even if you forward, it's not going to work for anybody else. So it's a very simple process. And the very next day at around 9 o'clock, 10 o'clock in the morning, we will announce the results. Okay? Thank you. One question is, Sure. during the election process, is anybody, even other, can see what is going on, or normally it's open and it's end, and finally are you taking the result? Yes, it will be open, close, and only then we will see who's going to win or who's going to lose, like that. The No. poll results won't be seen by anybody. None of you will be able to see any of the poll results. Okay, so it will be completely What about anonymous. the author? Can author can see that what is going No. on, the progress? No. No. Yeah. So we don't know until that end time whether 24. Exactly. 23 When we vote were. close the poll, then you will be able to see the results, and we will be sending you a different link after we close the poll. And then when you click on the link, you'll be able to see the results. Okay? Once again, thank you for the opportunity. Here I am Sure. to serve you, and as well as everyone, my co-candidate. I'm humbly All right. requesting everyone's vote, prayers, and support. Thank you. Sure, wonderful. Okay, all right, we'll wrap up this session. Thanks to Bye. all of you once again. Thank you, Leela Chichi. Thank you, Alisanti, and have a good night, everybody. Thank you. Thank you. Best of luck to both the Thank you candidates. for joining, everyone. Bye. Good night. Take care then. Good night. Bye-bye. Thank you so much for your time.